ഗുഡ് മോർണിംഗ്. ദാസേട്ടൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ഇപ്പം സമയം രാവിലെ 4 മണി. ഇന്നലെ പെട്ടെന്ന് രാത്രി എടുത്ത തീരുമാനമായിരുന്നു നാളെ രാവിലെ നമുക്ക് ഷിരിഡിയിൽ പോകാം. അങ്ങനെ ഇന്ന് 4 മണിക്ക് നമ്മൾ ഷിരിഡിയിലേക്ക് പോകുന്നു. നമ്മളെല്ലാവരും ഉണ്ട്. വിത്ത് കണ്ണൻ, പിന്നെ കൃഷ്ണ ഫാമിലി, രശ്മി സിംഗ് ഫാമിലി. രശ്മി സിംഗ് ഓമില്ലേ, രശ്മി സിംഗ് മാത്രമേ ഉള്ളൂ. രശ്മി പിള്ളേ ഫാമിലി. രണ്ട് വണ്ടിയിൽ നമ്മൾ രാവിലെ 4 മണിക്ക് പോവുകയാണ്. 4 മണി ഇപ്പം തന്നെയായി. ഇനി ഓറിലെപ്പോൾ റെഡിയാകുമെന്ന് അറിയില്ലേ. വൈകുന്നേരം റിട്ടേൺ. കൃഷ്ണയും ഫാമിലിനെയും കൂട്ടാൻ പോയത്. കണ്ണന ഇന്നത്തെ ഡ്രൈവർ, സാരഥി. കൃഷ്ണേന്റെ അച്ഛൻ, കൃഷ്ണേന്റെ അമ്മ. ലിജനെ കാണുന്നില്ല. ലിജ എടുത്തു. ലിജ പൊങ്ങിയത് കാണുന്നില്ല. എന്തെങ്കിലും തലയാന എങ്ങനെ വെച്ചിരുന്നാട്ടെ. പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺ ആയേഗ. സോ ഞങ്ങള് ഈ ഭൂതത്തിനെ കൂടെ കേട്ടുന്നുണ്ട്. ഈ ഭൂതമുണ്ട്. ഇത് രാക്ഷസി. എന്റെ ഒരു ഭൂതം കൂടെ ഉണ്ട്. അതിനെ എവിടെ ഇരുത്തും നോക്കുക. വണ്ടി ഓടിക്കുന്ന ഞങ്ങളങ്ങനെ സ്റ്റാർട്ടാക്കി. മറ്റേ വണ്ടി ബാക്കിൽ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലോട്ട് പോയാൽ നേരെ കല്യാൺ ഭിവണ്ടിനാക്ക. അവിടുന്ന് റൈറ്റ് എടുത്തിട്ട് നേരെ നാസിക് ഹൈവേയിലേക്ക് കയറും. നമുക്ക് അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് പോയാൽ നാസിക്, ലെഫ്റ്റ് സൈഡിൽ താനെ മുംബൈ, സ്ട്രെയിറ്റ് പോയാൽ നേരെ ഭിവണ്ടി. മുംബൈ ആഗ്ര ഹൈവേ. പടുക ടോൾ നാക്ക ടുവേർഡ്സ് നാസിക് ഹൈവേ. അസംഗാവ് ക്രോസ് ചെയ്തു. ഷഹാപൂർ മക്ഡൊണാൾഡ്സ് ഫുഡ് ഹബ്. ഒന്നും തുറന്നിട്ടില്ലല്ലോ. കണ്ണു സമയത്ത് 6 o'clock. ഞങ്ങളെ ദർശൻ്റെ സ്ലോട്ട് 10 മണിക്കാണ്. മറ്റേ വണ്ടി ബാറ്ററി ഡൗണായി. രാവിലെ തന്നെ നീവ് സ്റ്റാർട്ടാക്കാണ്ട് എല്ലാ ലൈറ്റും ഇതെല്ലാം ഓണാക്കി. അങ്ങനെ ഫുൾ ബാറ്ററി ഡൗണായി. അങ്ങനെ ഓമിൻ്റെ വണ്ടിയിലാണ് അവർ വരുന്നത്. ആഗ്ര 1075, ഇൻഡോർ 471, നാസിക് 54. വാ, അടിപൊളി കാട്ട്. നല്ല നേരെ പോയാൽ നാസിക് ഇൻഡോർ. മഹാരാഷ്ട്ര
ലെഫ്റ്റ് വെമ്പരി, റൈറ്റ് നാഗ്പൂർ റൈറ്റ്. പാർവി ഡാം 5 കിലോമീറ്റർ, ഭണ്ഡാര 45 കിലോമീറ്റർ, റൈറ്റ് നാഗ്പൂർ, സ്ട്രെയിറ്റ് നാഗ്പൂർ. ടോൾ ബൂത്ത്, യെസ് യെസ്. അങ്ങനെ ഞങ്ങൾ സമൃദ്ധി മഹാമാർഗിലേക്ക് പ്രവേശിച്ചു. അത് നമ്മളുടെ നാടിക്ക് ഇഗത്പുരി, മുംബൈ അങ്ങോട്ടേക്കുണ്ട്. ഇതാണ് മുംബൈയിലേക്ക് പോകുന്നത്. 120 സ്പീഡ് ലിമിറ്റ്. 120 സ്പീഡ് ലിമിറ്റ്. 120 കിലോമീറ്റർ പെർ അവർ. സ്ട്രേറ്റ് നാഗ്പൂർ. ഇഗത്പുരി മുതൽ നാഗ്പൂറുള്ള സെക്ഷൻ ഫുൾ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ്, അതുകൂടാണ്ട് ഇവിടുന്ന് കല്യാൺ അവിടെ വരെയുള്ള വർക്കോ ഓൾമോസ്റ്റ് ഫിനിഷായിട്ടുണ്ട്. കളി ഇനാഗ്രേഷൻ മാത്രമാണ് പെൻഡിങ് ഉള്ളത്. പ്രേതം, ഭൂതം, പിശാചി ശശിന്റെ വണ്ടി പോയി, പൂവിന്റെ വണ്ടി सीट पे वो भी यहाँ पे आना बेवकूफ़ी रहेगी. शानदार घाट की. चलिए अमित कौशिक फॉर्च्यूनर ले गए. हाँ बताया मैंने. हाँ. कौन सा नया वाला? हाँ नया वाला. 54 lakhs. ഈ റോഡ് നേരെ കണക്ട് ചെയ്യുന്നത് നാഗ്പൂർ, വർധ, അമരാവതി, വാഷിം, ബുൽദാന, ഔറംഗാബാദ്, ജൽന, അഹമ്മദ്നഗർ, നാസിക് ആൻഡ് താനെ എല്ലാ റൂട്ടിലേക്കും കണക്ഷൻ ഉണ്ട് ഈ റോഡിൽ നിന്ന്. ടോട്ടൽ ലെങ്ത്ത് 701 കിലോമീറ്ററാണ് മുംബൈയിൽ നിന്ന് നാഗ്പൂരേക്ക്. 2022 ഫസ്റ്റ് സെക്ഷൻ ഓപ്പൺ ആയിന് നാഗ്പൂർ ടു സിരിഡി. അതിനുശേഷം സെക്കൻഡ് സെക്ഷൻ സിരിഡി ടു ഇഗത്പുരി, അത് ഓൾറെഡി 2023 ചാലുമായി. ഫൈനൽ സെക്ഷൻ എൻഡ് ചെയ്യുന്നത് നിയർ കല്യാൺ ഭിവണ്ടിൻ്റെ അടുത്താണ്. അവിടുന്ന് ഈസ്റ്റേൺ ഫ്രീ വേ എല്ലാം ആയിട്ട് കണക്റ്റ് ആവും. എല്ലാം ഈസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേ ആയിട്ടെല്ലാം ബോംബെന്ന് കണക്ടിവിറ്റി ഉണ്ട് ഇതിൽ.
ഈ അച്ചോടുക്കാനല്ലോ അവനെ വേണ്ടി പിന്നെ നമ്മളവിടുത്തെ റോഡ് സിന ലെഫ്റ്റ് ബോഡി റൈറ്റ് നാസി ഫസ്റ്റ് എക്സിറ്റ് പെട്രോൾ പമ്പ് എല്ലാം ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. നോക്കാമല്ലോ. ആദ്യത്തെ പെട്രോൾ പമ്പും ഫുഡ് മോളും ചെറിയ ഫുഡ് മോളാണ്. ഈ ഹൈവേ മഹാരാഷ്ട്രയിലെ 10 ഡിസ്ട്രിക്റ്റും 26 താലൂക്സ് നിയർ ബൈ 392 വില്ലേജസ് കണക്ടിവിറ്റി ആകുന്നുണ്ട് ഈ ഹൈവേ. ഇവിടെ നിന്ന് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നേരെ ഷിർഡിയിലേക്കുള്ള എൻട്രിയാണ്. ഷിർഡി നേരെ പോയാൽ നാഗ്പൂരിലേക്ക് ഡയറക്റ്റ് പോകും. ഇവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഷിർഡി സായിബാബ ടെമ്പിൾ എത്തും. ഇനി 1 കിലോമീറ്ററും കൂടിയുണ്ട് ഷിർഡി സായിബാബ മന്ദിർ. ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് ഷിർഡി സായിബാബ മന്ദിറിൻ്റെ ഓരോരോ ഗേറ്റാണ്. 1 2 3 4 5 6 അങ്ങനെ ഗേറ്റ് കുറേ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്യുന്നതിന് കണക്കായിട്ട് ഞങ്ങൾക്ക് ഗേറ്റ് നമ്പർ തരും. ആ ഗേറ്റ് നമ്പർ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ടൈമായി കഴിഞ്ഞാൽ ഡയറക്റ്റ് എൻട്രി പോയി പെട്ടെന്ന് തന്നെ പോയിട്ട് വരാൻ പറ്റും. ഇവിടുന്ന് യൂ ടേൺ അടിച്ചിട്ട് വണ്ടി പാർക്കിങ്ങിൽ വെക്കണം. മൊബൈലൊന്നും എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഫോട്ടോസൊന്നും പറ്റില്ല. മൊബൈൽ ഇതങ്ങനത്തെ ഒന്നും എടുക്കാൻ പറ്റില്ല, ഉള്ളിൽ എൻട്രി ഇല്ല. മറ്റേ വണ്ടിയോ ഇപ്പം തന്നെ എത്തും, അതിവിടെ എത്തിയിട്ടുണ്ട്. അത് വന്നതിന് ശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് പോകും. നമ്മള് ഷിർഡി എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ബേബു ഋതു ഇത് ബേബി നന്നാ ബുങ്കിയാക്കി. കണ്ട ദർശനമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. സായിബാബേൻ്റെ പ്രസാദം കഴിക്കേണ്ടിയിട്ട് വന്നത് ഞങ്ങളെല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ.
കോഫി പോയിൻ്റ്, കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയത്. അങ്ങനെ ഷിർഡി ദർശനമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റിട്ടേൺ ഒരു 4:30 പല്ലവയിലെത്തുന്ന കാണിക്കുന്നുണ്ട്. നോക്കട്ടെ എത്ര മണിക്ക് എത്തുന്നു. അങ്ങനെ ഞങ്ങൾ ഇഗത്പുരി എത്താനായി. ഇന്ന് രശ്മിൻ്റെയും പ്രമോദേട്ടൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അതാ നമ്മൾ ഇന്ന് തന്നെ ഇവിടെ പോയത്, ഷിരടി പോയത്. വൈകുന്നേരം അവരുടെ വീട്ടിലാണ് ഡിന്നർ. എന്തെല്ലോ പ്രിപ്പറേഷൻ ഉണ്ട്. അങ്ങനെ ഇഗത്പുരി ഘാട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ പടുക ടോൾ ബൂത്ത് വരെ എത്തി. ഇവിടെ നിന്ന് 20 കിലോമീറ്റർ ഉണ്ട്. പക്ഷേങ്കിൽ 1 hour 10 minutes ആണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. सांस रोक दिया मैंने, 5-6 किलो कम कर दिया था। मुझे तुम्हारा वेट बोलू लड़का हैंडसम लग रहा है कि बहुत हैंडसम है, बहुत हैंडसम. लौंडा लौंडा शॉर्ट में 2-3 लाइन में खत्म करना. Rashmi has been a wonderful 20 years. We have 2 siblings. Whatever bad you have gone through, this is the end. हमेशा The coming days will be beautiful. From this minute, you have a changed life. झूठा. It is going to be the best in your life. Happy anniversary.